ഇന്നു പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യ ജീവമൊഴികളാണ്. യേശു പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇന്നു പകൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന നിന്നെ അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. യേശു പറഞ്ഞു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നീ നശിച്ചു പോകുന്നവനല്ല, നിനക്കൊരു നാശം ഉണ്ടാകത്തില്ല. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. ഞാൻ അവർക്ക് സമൃദ്ധമായ ജീവൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഈ വചനത്തെ വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ പ്രതികരിക്കുക. നിങ്ങൾ ആമേൻ പറയുക. നിങ്ങൾ വചനത്തെ സ്വീകരിക്കുക. വചനത്തിലെ ജീവൻ പ്രാപിക്കുക. ഉറപ്പും ധൈര്യവുമുള്ളവരായി ഇന്ന് പകൽ ചലിക്കുക. യേശു വീണ്ടും ആവർത്തിച്ചു, എൻ്റെ പിതാവ് എനിക്ക് തന്നതിൽ ഒന്നിനെയും കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ ശക്തി ചെറുതല്ല. ഈ വചനത്തിന് മുമ്പിൽ പിശാച് വിറയ്ക്കുകയാണ്. ശത്രുവിനെ ആയുധവർഗം വെപ്പിച്ച വചനമാണിത്. ദൈവ വചനത്തോട് പ്രതികരിച്ചാൽ ഇന്ന് പകൽ വിടുതലാണ്. തൻ്റെ അടുക്കൽ വന്ന ആയിരക്കണക്കിന് പുരുഷാരത്തെ കണ്ട് യേശു അവരോട് ഉപമകളിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവരോട് പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. അവൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, അത് പറവകൾ വന്ന് കൊത്തിയെടുത്തു. അർത്ഥാൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ ഉടനെ നിങ്ങളുടെ അകത്തു വീണ വചനത്തെ കൊത്തിയെടുക്കുന്ന ഒരു ശത്രുവുണ്ട്. പിശാച് ഭയപ്പെടുന്നത് വചനത്തെയാണ്. പിശാച് ഭയപ്പെടുന്നത് വചനപ്രകാരം ജീവിക്കുന്നവനെയാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം നിങ്ങളുടെ അകത്ത് വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല. എന്നാൽ പിശാച് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരുവൻ്റെ അകത്ത് വചനം വീണു. അവൻ അതിൽ സന്തോഷിക്കുന്നത് കണ്ടു. കർത്താവ് പറഞ്ഞു, ചിലത് പാറ സ്ഥലത്ത് വീണു, ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. സൂര്യൻ ഉദിച്ചപ്പോൾ, ചൂട് തട്ടിയപ്പോൾ അതിന് വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. പിശാച് ഒരു വ്യക്തി വചനം കേട്ട് സന്തോഷിക്കുന്നത് കണ്ട് പരാജയപ്പെട്ടവനായി പുറകോട്ട് പിന്മാറുന്നവനല്ല. അവൻ തൻ്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുക്കുകയാണ്. എന്തിനാണെന്നോ, വചനത്തിൽ സന്തോഷിക്കുന്നവൻ ആ വചനത്തിൽ വേരൂന്നാതിരിക്കുവാൻ, വചനം അവൻ്റെ അകത്ത് ആഴ്ന്നിറങ്ങാതിരിക്കുവാൻ ചില കഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ട്, ചില ഉപദ്രവങ്ങൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ സന്തോഷത്തെ കെടുത്താൻ നോക്കുകയാണ്. അങ്ങനെ ചിലർ ഉണങ്ങിപ്പോയി. എന്നാൽ പിശാച് നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. ഇതാ, ഉപദ്രവങ്ങളുടെ നടുവിലും കഷ്ടതകളുടെ നടുവിലും പിടിച്ചു നിൽക്കുന്ന ഒരുത്തൻ, സന്തോഷം കളയാതെ സൂക്ഷിക്കുന്ന ഒരുത്തൻ. അവനെ കണ്ടപ്പോൾ വീണ്ടും പരാജയപ്പെട്ടവനായി പിശാച് മടങ്ങിയില്ല. യേശു പറഞ്ഞു, ചില വചനം മുള്ളിൻ്റെ ഇടയിൽ വീണു. പ്രിയപ്പെട്ടവരെ, അകത്ത് വേരൂന്നി തുടങ്ങിയതാണെങ്കിലും പിശാച് എന്ത് ചെയ്തെന്നോ, അവൻ തൻ്റെ ആവനാഴിയിൽ നിന്ന് 4 അസ്ത്രങ്ങളെ പുറത്തെടുത്തു. അവൻ അങ്ങനെയൊന്നും പിന്മാറുകയില്ല. നിന്റെ അകത്ത് വചനം വേരൂന്നുവാൻ അനുവദിക്കാതെ, ആ വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കാൻ 4 അസ്ത്രങ്ങളെ പുറത്തെടുത്തു. അതിലൊന്ന് ഈ ലോകത്തിൻ്റെ ചിന്തയാണ്, 2 ധനത്തിൻ്റെ വഞ്ചനയാണ്,
3 സംസാരഭോഗമാണ്. 4 മറ്റു വിഷയമോഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഭൂരിപക്ഷം ആളുകളെ ഈ വിഷയങ്ങളെല്ലാം ഞെരുക്കുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം കാണാൻ കഴിയാതെ പലരും ധനത്തിൻ്റെ വഞ്ചനയിൽ വീഴുന്നുണ്ട്. അതിരുവിട്ട സംസാരത്തിൽ വീഴുന്നുണ്ട്. എന്നാൽ ഈ 4 അസ്ത്രങ്ങൾ എയ്തപ്പോഴും ഇതിനെയൊക്കെ അതിജീവിച്ച ഒരു മനുഷ്യനെ പിശാച് കണ്ടു. ആരാണെന്നോ അവൻ. അത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനമാണ്. അവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ്. നിങ്ങൾ ഗ്രഹിച്ചുവോ? എന്താണ് പറഞ്ഞു തുടങ്ങിയത്? നീ ഒരു നാളും നശിച്ചു പോകുകയില്ല. യേശു നിന്നെ തള്ളിക്കളയുകയില്ല. ഈ വാക്ക് നിങ്ങൾ വിശ്വസിച്ചുവോ? നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾക്ക് നിങ്ങളെ തളർത്തുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അവനിൽ 100 മേനി വിളവാണ് പിന്നെ കണ്ടത്. ആവനാഴിയുമില്ല, അമ്പുമില്ല, പ്രതിയോഗിയുമില്ല. 100 മേനി വിളവ മണ്ണിൽ വെളിപ്പെട്ടെങ്കിൽ നീ എന്താണ് കേൾക്കുന്നത്? നീ എങ്ങനെയാണത് ഗ്രഹിക്കുന്നത്? നീ എങ്ങനെയാണത് സ്വീകരിക്കുന്നത്? അത് വിലപ്പെട്ടതാണ്. യേശു വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ ജനത്തെ ഞാൻ തള്ളിക്കളയുകയില്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.